നാടൻ സ്റ്റൈലിലുള്ള താറാവ് മപ്പാസ്, കപ്പയും, ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. പിന്നെ ബാക്കി നമുക്ക് തുടങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഞാനതിനെ രോമെല്ലാം പറിച്ചു. അത് കഴിഞ്ഞൊന്ന് വക്കി, തീ കാണിച്ചൊന്ന് വക്കി നന്നായിട്ട് വടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ശകലം മഞ്ഞപ്പൊടി, താറാവിനൊരു ഇതുകൊണ്ട് ശകലം മഞ്ഞപ്പൊടി പറ്റില്ല, ഇങ്ങനെ രോമം കുറ്റി രോമം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് തന്നെയല്ല ഈ മഞ്ഞൾ ഒരു എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോയിസണോ എന്തെങ്കിലും തൊലിപ്പുറത്തോ എവിടെയെങ്കിലും ഉണ്ടല്ലോ എല്ലാം നല്ല പോയി ഭംഗിയായിട്ട് കിട്ടുമല്ലോ. മഞ്ഞളും ഒക്കെ പുരട്ടി നമുക്കിതിനെ പീസാക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതുകൊണ്ടോ മഞ്ഞളൊക്കെ പുരട്ടി രണ്ടും നല്ല ഫസ്റ്റാക്കി വെച്ചിരിക്കുക. ഇനി ഇവിടെ ഇരിക്കട്ടെ. തല കട്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ തല ലാസ്റ്റും കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. പിടിക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയാ തല, അല്ലെങ്കിൽ തെന്നിപ്പോവും. നാടൻ സ്റ്റൈലിലുള്ള താറാവ് മപ്പാസ് നമ്മളിപ്പോൾ റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ്. താറാവ് നല്ല വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. 3 തേങ്ങ എടുത്തതിൻ്റെ പാലാണിത്. അതിൻ്റെ ആദ്യത്തെ പാൽ, ഇത് 2ാം പാൽ, ഇത് 3ാം പാൽ. 3ാം പാലിൽ നമ്മൾ ആദ്യമേ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞ് 3ാം പാലിലാണ് ഉപയോഗിക്കുന്നത്. വെന്ത് വരുമ്പോൾ നമ്മൾ 2ാമത് ആഡ് ചെയ്യും. ലാസ്റ്റാണ് നമ്മൾ ആദ്യത്തെ പാൽ ചേർക്കണം. അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ച് തുടങ്ങാം. മഴയാണ് ഇപ്പോഴത്തെ എല്ലാത്തിൻ്റെ വലിയ പ്രശ്നം. ചൂടായിക്കോട്ടെ. അപ്പോൾ എല്ലാം കണ്ടല്ലോ, നീ കാണിച്ചേ. അതിന് വേണ്ട സാധനങ്ങളാണ് ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 പീസ് തക്കോലും, പിന്നെ കരിയാപ്പില, കടുക്, അപ്പം പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത്തിരി എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ മതി. പാൻ ചൂടായി നമുക്കതിലേക്ക് കടുക് ഇടുവാണേ. നമ്മൾ കരിയാപ്പില ഇട്ട് പട്ടയിലേക്കാടി അങ്ങട പട്ടയും തക്കോലും, ആദ്യമേ വെളുത്തുള്ളി, കാറ്റ് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ? ആ വെളുത്തുള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. ഒന്ന് വാടിക്കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിൽ 3ാമത്തെ പാലിൽ കിടന്ന് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് മെൽറ്റായി നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇടാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ മപ്പാസിനെ നമ്മൾ യാതൊരു കാരണവശാലും മുളക് പൊടി ചേർക്കുന്നില്ല.
അപ്പോൾ അതിന് വേണ്ട എരിവ് നമുക്ക് ഈ പച്ചമുളകിൽ നിന്ന് തന്നെ കിട്ടണം. നമുക്ക് ചെറിയ ഉള്ളി എപ്പോഴും നല്ലതാണല്ലോ. സവോള ചേർക്കുന്നില്ല. ഒന്ന് നന്നായിട്ട് വാടി, ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിക്കോട്ടെ. ചെറിയ ഉള്ളി സവളയ്ക്കെല്ലാം ജലാംശം കൂടുതലുള്ളതിൻ്റെ പേരിൽ ഒരു ചുവ വരും. അതാണ് നന്നായിട്ട് വാടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ. വാടിക്കഴിയുമ്പോൾ ആ വെള്ളച്ചൊവ അങ്ങ് മാറും. ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം, സ്വല്പം മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കുന്നേ ഇല്ല, മല്ലിപ്പൊടി മാത്രം മതി. മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഗരം മസാല ചേർക്കണം. ഗരം മസാല ഇപ്പം നമ്മൾ ആ സ്പൈസസ് ചേർത്തിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ചേർത്താൽ മതി. താറാവ് ഇടുവാണേ. താറാവ് ഇട്ടാൽ നന്നായിട്ടൊന്ന് മിക്സാക്കണം. ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇങ്ങനെ റെഡിയായി സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങൾ മുതൽ ഇങ്ങനെ നമ്മളിട്ടു. ഇപ്പോൾ താറാവ് നന്നായിട്ട് ഉള്ളിയും ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ച് ഒരേ ദിവസം നമ്മൾ ഓരോ രീതി അനുസരിച്ച് മാറ്റി എല്ലാവരും കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താറാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് 10-12 കിലോമീറ്റർ പോയി താറാവ് വളർത്തുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരഴിച്ചു വിട്ട താറാവിനെ വെള്ളത്തിൽ നിന്ന് നമ്മൾ കാണിച്ചു കൊടുത്ത് പിടിച്ച് തന്നായത്. ഇനി നമുക്കിതിലേക്ക് ഈ മൂന്നാമത്തെ പാല് ഞാൻ ഒഴിക്കുക. മൂന്നാമത്തെ പാലിൽ ഇത് 3/4 ഭാഗം വേവും. 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ 1/4 ഭാഗം വേകാനുള്ള രണ്ടാമത്തെ പാലിലൂടെ വേവും. മൂന്നാമത്തെ ഈ പാല് പറ്റി വെന്ത് ഒരുവിധം ആയി വന്ന് കഴിയുമ്പോഴത്തേനും രണ്ടാമത്തെ പാലൊഴിക്കും. ആ പാലിൽ കിടന്ന് ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് എല്ലാം റെഡിയായി ആയിക്കഴിയുമ്പം നമ്മൾ ആദ്യത്തെ പാൽ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ആ പാല് നമ്മൾ ഇതിലേക്ക് ആയിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഗ്രേവികളെല്ലാം നല്ല ടൈറ്റാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫ്ലവർ ഒഴിച്ച് ടൈറ്റ് ചെയ്യല് എന്ന് പറയുന്ന മാതിരി ആ മൂന്നാമത്തെ പാല് എന്ന് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ഗ്രേവി അങ്ങ് ടൈറ്റായി കഴിഞ്ഞാൽ ഇതിൽ ഈ ഗ്രേവി നിൽക്കും. ആ രീതിയിലാവും. ഇറ്റിറ്റ് വീഴുമല്ല. ഇനി നമുക്കിത് മൂടി വെച്ച് അവിടെ ഇരുന്ന് നന്നായിട്ട് വേവട്ടെ. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ഇനി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഒന്ന് തുറന്ന് നോക്കി കഴിയുമ്പോൾ അത് സെറ്റപ്പായിട്ടിരിക്കും. രണ്ടാമത്തെ പാലിനുള്ള പരുവത്തിനിരിക്കും അത്. പിന്നെ നമുക്ക് തുറന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓരോന്ന് തുടങ്ങാം. ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് നമുക്ക് താമസിക്കാതെ ഇച്ചിരി വെന്തോട്ടെ. ഇതിവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു സൈഡ് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ കപ്പ
നന്നായിട്ട് ഇടിച്ച് കുഴച്ച് വേവിച്ച് ഇടിച്ചിട്ട് കപ്പയുടെയാണ് ഇതിൻ്റെ ഇന്ന് സൈഡ് വരുന്നത്. കപ്പ അപ്പോൾ ഇനി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ശരിയാക്കി റെഡിയായിട്ട് വരുമ്പോഴത്തേനും താറാവ് മപ്പാസ് ഓക്കെ, കപ്പയും ഓക്കെ ആവും. നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാലിൽ വെന്ത് നമുക്ക് ഇനി രണ്ടാമത്തെ പാല് ചേർക്കാം. ഏറെക്കുറെ ആദ്യത്തെ പാല് ഇനി അടുപ്പിച്ച് കാണിച്ചേ. ആദ്യത്തെ പാല് വെന്ത് ഇറച്ചി ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ പാലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതും പറ്റി വരണം. ഇതിലേക്ക് നമുക്ക് ശകലം കിഴങ്ങൂടെ അല്ലെങ്കിൽ ഇറച്ചിക്കകത്തൊക്കെ ഈ കിഴങ്ങ് കിടന്നു കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ് ആ കിഴങ്ങിന്. അതുകൊണ്ട് ശകലം ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഇനിയിപ്പോൾ ഈ രണ്ടാം പാലിൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഈ കിഴങ്ങും കറക്റ്റായിട്ട് വെന്തിരിക്കും. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. കാര്യമൊക്കെ ശരി തന്നെയാ. ഞാൻ അടുത്തൂടെ വേട്ടെ നന്നായിട്ട്. നമ്മുടെ താറാവ് മപ്പാസ് ഏറെക്കുറെ റെഡിയായിട്ടുള്ളൂ. ആദ്യത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് നേരം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാൽ ഒഴിച്ചു. ശകലം കിഴങ്ങും കൂടെ കൂടി ചേർത്ത് ഇപ്പം ആ കിഴങ്ങും നന്നായിട്ട് വെന്ത് താറാവ് നല്ല ഭംഗിയായിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല. ഇനി ഒരു ചെറിയ ഒരു പൊടി പരിപാടി കൂടി ഉണ്ട്. ഇത് ആദ്യത്തെ പാലാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യത്തെ പാലാണിത്, ആദ്യം പിഴിഞ്ഞത്. അതിലേക്ക് നമ്മളൊരു ശകലം ഗരം മസാല, ശകലം അങ്ങ് മിക്സ് ചെയ്ത്, കുരുമുളക് പൊടി വേണമെങ്കിൽ ശകലം ആഡ് ചെയ്തു നമ്മൾ. ഇനി നമുക്കൊരു ശകലം കുരുമുളക് പൊടിയോടെ, ഇതിൽ വേറെ ഒരു മുളക് പൊടി ഇട്ടിട്ടില്ല, പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പച്ചമുളകും ഇഞ്ചിയും കണ്ടോ. ഒന്നാം പാലം ഒഴിച്ചപ്പോൾ ആ ഗ്രേവി ടൈറ്റായി വരാൻ തുടങ്ങിയ കണ്ടോ. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ചാൽ നമ്മുടെ മപ്പാസ് ഇനി അടുപ്പിച്ച് കാണിച്ചാൽ തിളയ്ക്കണമെന്ന് കണ്ടോട്ടെ. എല്ലാവരും വീട്ടിൽ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആ പരുവം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് കണ്ടോ. ഗ്രേവി എല്ലാം നല്ല തിക്കായി, കറി കണ്ടോ എല്ലാം നല്ല ആ പച്ചമുളക് എല്ലാം വെന്ത് അതിൻ്റെ അകത്തെ ജ്യൂസെല്ലാം ഇറങ്ങി കറക്റ്റായിട്ട് ആ എരിവെല്ലാം എല്ലാ ഭാഗങ്ങളിലും പിടിച്ചു. ആ നല്ല മുളക് പൊടി ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ ആ വൈറ്റ് കളറും നഷ്ടപ്പെട്ടിട്ടില്ല കണ്ടോ. എല്ലാ ആൾക്കാരും അപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ ശകലം തണുത്ത് കഴിയുമ്പോഴത്തേനും ഈ ഗ്രേവി കംപ്ലീറ്റ് ടൈറ്റാവും. ഇനി അപ്പം നമ്മുടെ താറാവ് മപ്പാസ് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് ഇതിൻ്റെ കൂടുതൽ കപ്പയോടെ ഇപ്പോൾ റെഡിയാക്കുമ്പോൾ അതുകൂടി ആയിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാം കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയും നന്നായിട്ട് വേവിച്ച്, നല്ല കപ്പയായിരുന്നു, നന്നായിട്ട് കുഴച്ച് വേവിച്ച കപ്പയാണ്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല ഇതാണ്. ഇതെല്ലാ ആൾക്കാരും നോക്കുകയും ശ്രദ്ധിക്കുകയും ഇത് അതേമാതിരി തന്നെ ടൈമിംഗ് എല്ലാം കറക്റ്റ് ചെയ്ത് ഉണ്ടാക്കുക. വീട്ടിലുണ്ടാക്കാൻ സിമ്പിളായിട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉത്സാഹിച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. എല്ലാവരും കഴിച്ച ശേഷം എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിൽ കണ്ട് അതിൽ ആവുകയും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ നമ്മൾ നാളെ നമുക്ക് വേറൊരു വെറൈറ്റി ആയിട്ട് വരാം.
പിന്നെ ഞങ്ങളിതെല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇന്നെ ഞാനും എല്ലാവരും ഇല്ല, ഞാനും എൻ്റെ മോനും ഉള്ളൂ. തരൂ പപ്പ, തിന്നട്ടെ. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ഉണ്ടാക്കുന്നതെല്ലാം. പിന്നെ ഈ കഷ്ടപ്പെടുന്നതെല്ലാം നിനക്ക്, നീ കഴിച്ചിട്ട് ഉള്ള അഭിപ്രായം കേട്ടിട്ട് വേണം. അടിയിൽ നമ്മുടെ കപ്പയും മപ്പാസും കേട്ടോ. തിന്നോപ്പാ. കുറച്ച് താറാവിൻ്റെ ഒരു ചെറിയ പീസും നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. കപ്പയും സ്വല്പം താറാവിടെ. അങ്ങനെ നിന്റെ അഭിപ്രായം എന്നാ? പൊളിയാണോ? ഞാനേ പ്രേക്ഷകരെ കാണിക്കട്ടെ. ഗൈസ്, ഫുഡീസിൻ്റെ അപ്പം ഈ താറാവും മപ്പാസും കപ്പയും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇതേപോലുള്ള വെറൈറ്റി ഫുഡീസിൻ്റെ എപ്പിസോഡ്സ് വേണമെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടനും കൂടെ അമർത്തിയത് പുതിയ എപ്പിസോഡ്സ് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഈ ചൂടൻ താറാവും മപ്പാസും കപ്പയും ഞാൻ കഴിക്കട്ടെ കേട്ടോ ഗൈസ്.